നമസ്തേ. ശ്രീഭദ്ര വാസ്തു ജ്യോതിഷം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ്. ആറാമത്തെ നക്ഷത്രമായതും മിഥുനൻ രാശിയിൽ സ്ഥിതിയുള്ളതുമായ മനുഷ്യഗണത്തിൽപ്പെട്ടതും ശ്രീയോനി നക്ഷത്രവുമാണ് തിരുവാതിര നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ രാഹുവാണ്. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ പലവിധത്തിലുള്ള ശരീരപ്രകൃതിയുള്ളവരായിരിക്കും. ഇവർ എല്ലാ വിഷയങ്ങളിലും ശോഭിച്ചു കാണുന്നുണ്ട്. ഏത് കാര്യമായാലും ലാഭനഷ്ടം നോക്കാതെ ഇവർ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു തീർക്കും. പല വിഷയങ്ങളിലും ശരിയായ അറിവ് ഇവർ നേടിയിരിക്കും. എന്നാൽ അതനുസരിച്ചുള്ള പ്രതാപമോ അഭിവൃദ്ധിയോ ഇവരിൽ കാണാൻ കഴിയില്ല. മറ്റുള്ളവരെ സഹായിക്കുന്നതിനും ഇവർ താല്പര്യമുള്ളവരാണ്. സഹകരണ മനോഭാവം ഇവരിൽ പ്രകടമാണ്. തമാശകൾ പറഞ്ഞ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ ഇവർ താല്പര്യം പ്രകടിപ്പിക്കും. ഇവർ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരല്ല. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ഒന്നിനെ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കില്ല ഇവരുടെ ജീവിതയാത്ര. പല വിഷയങ്ങളിലും ശരിയായ അറിവ് ഇവർക്കുണ്ടായിരിക്കും. അന്യരുടെ മുന്നിൽ ബഹുമാനിച്ച് തലകുനിച്ച് നിൽക്കുന്ന കാര്യത്തിൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഇവരുടെ ജീവിത പുരോഗതിക്ക് തടസ്സമായേക്കാം. സൗഹൃദപരമായും യുക്തിപരമായും സംസാരിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും. മെച്ചപ്പെട്ട ശാസ്ത്രീയ വിഷയത്തിലുള്ള ഗവേഷണവും ഇവരെ സംബന്ധിച്ച് വിജയകരമായിരിക്കും. വ്യവസായ വ്യാപാരമായ കാര്യങ്ങളിൽ ഇവർ പരാജയപ്പെടാറില്ല. പൊതുപ്രവർത്തനങ്ങളിൽ ഇവർ വളരെയധികം ശോഭിക്കും. ആത്മാർത്ഥതയും നിഷ്പക്ഷവുമായി പെരുമാറുന്നതിനാൽ അതുവഴിയുള്ള ദോഷങ്ങളെ അവർ നേരിടേണ്ടി വരും. ഇവരുടെ ഏത് കാര്യത്തിലും രണ്ട് ഉദ്ദേശങ്ങൾ കാണും. ഏത് പ്രവൃത്തിയിലേർപ്പെട്ടാലും മറ്റൊരു പ്രവൃത്തി കൂടി നിർവഹിക്കാൻ ഇവർ ശ്രമിക്കും. ഒരു യാത്ര പോയാലും രണ്ട് കാര്യങ്ങൾ സാധിക്കണം എന്നാണ് ഇവരുടെ മനസ്സിലിരിപ്പ്. അതനുസരിച്ചായിരിക്കും ഇവരുടെ പ്രവർത്തന രീതി. സുഹൃത്തുക്കളോട് സ്നേഹപൂർവ്വം ഇഷ്ടപ്പെടുകയും അങ്ങനെയുള്ളവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു നൽകുന്നവരുമാണ് ഇക്കൂട്ടർ. തിരുവാതിര നക്ഷത്രക്കാർ ഭൂരിപക്ഷം പേരും പൊതുവെ ഗർഭിഷ്ഠരും ഉപകാരസ്മരണയില്ലാത്തവരുമായിട്ടാണ് കാണുന്നത്. ഇവർക്ക് സ്വഭാവ സ്ഥിരത കുറവായിട്ടാണ് കാണുന്നത്. ഇവരിലധികവും സഞ്ചാരശീലരായിട്ടും കാണുന്നുണ്ട്. സ്വന്തം കുടുംബം ഉപേക്ഷിച്ച് അന്യസ്ഥലത്ത് താമസിക്കാൻ ഇവർ താല്പര്യം കാണിക്കും. സഞ്ചാരവും വിദേശവാസവും ഇവർക്ക് ഗുണകരമായിട്ടാണ് ഭവിക്കുന്നത്. ഏകദേശം 31 വയസ്സ് കഴിഞ്ഞ് 41 വയസ്സിനകത്താണ് ഇവർക്ക് നല്ല കാലം കടന്നു പോകുന്നത്. ഇവരുടെ വിവാഹ ജീവിതം അധികവും താമസിച്ചാണ് കണ്ടുവരുന്നത്. നേരത്തെ വിവാഹം നടന്നാൽ വേർപിരിഞ്ഞ് താമസിക്കാൻ ഇടവരുന്നതായി കാണുന്നുണ്ട്. ജീവിതത്തിൽ പലവിധ വൈഷമ്യങ്ങളെയും ഇവർ അഭിമുഖീകരിക്കേണ്ടി വരും. എങ്കിലും ഇവയൊന്നും പ്രകടമാക്കാതെ പ്രസന്നചിത്തരായി പൊതുജനമധ്യത്തിൽ ഇവരെ കാണാൻ കഴിയും. ഇവർ ഈശ്വരഭക്തരായിരിക്കും. അതേപോലെ ഫലിതപ്രിയരുമായിരിക്കും. ഇവർക്ക് വാതരോഗം, ഹൃദ്രോഗം, ദന്തരോഗം ഇവയൊക്കെ വന്നു ചേരാനിടയുണ്ട്. വിവാഹ ജീവിതം പൊതുവെ ഇവർക്ക് വിജയകരമായിരിക്കും. ഭാര്യമാർക്ക് ഇവരിൽ കൂടുതൽ സ്വാധീനവും നിയന്ത്രണവും വയ്ക്കുവാൻ സാധിക്കുന്നു. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മിക്കവരും കഫപിത്ത പ്രകൃതക്കാരായിരിക്കും. സ്വഭാവ ഗുണവും നല്ല ശീലങ്ങളും ഇവരിൽ കാണാൻ കഴിയുമെങ്കിലും അന്യരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്നതിലായിരിക്കും ഏറെയും താല്പര്യം. ഇവരിൽ ചിലർക്ക് വിദ്യാഭ്യാസത്തിലും അറിവ് നേടുന്ന കാര്യത്തിലും നല്ല താല്പര്യമുണ്ടായിരിക്കും.
അതിൽ അവർ വിജയിക്കുകയും ചെയ്യും. വിവാഹം താമസിച്ചായിരിക്കും ഇവർക്ക് കണ്ടുവരുന്നത്. ദാമ്പത്യ ജീവിതം ഇവർക്ക് അത്ര സുഖകരമായിരിക്കുകയില്ല. ഭർത്താവിനെ കൊണ്ടോ മക്കളെ കൊണ്ടോ സ്വന്തക്കാരെ കൊണ്ടോ ഇവർക്ക് സ്വൈര്യത ലഭിക്കാറില്ല. രക്തദൂഷ്യം, രക്തക്കുറവ്, ഗർഭാശയ രോഗം ഇവയൊക്കെ ഇവർക്ക് വന്നനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ പൂയം, മകം, ഉത്രം, ഉത്രാടം, തിരുവോണം ഈ നാളുകാരുമായിട്ടുള്ള ഇടപാടുകൾ ഗുണകരമായിരിക്കില്ല. രാഹുദശയിലാണ് ഇവരുടെ ജനനം. തുടർന്ന് വ്യാഴദശ, ശനിദശ, ബുധദശ, കേതുദശ, ശുക്രദശ ഈ ക്രമത്തിലാണ് ദശാകാലങ്ങൾ കടന്നു പോകുന്നത്. തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തി ഗ്രഹസഞ്ചാരമനുസരിച്ച് ഈ ഫലങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.